KPCC കായികവേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. കായിക മേഖലയുടെ ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ, കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെ, കായിക രംഗത്ത് സൃഷ്ടിച്ച അരാജകത്വത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച മാർച്ചും ധർണയും മുൻ MP K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടിയുടെ സ്വാധീനമില്ല. മുഖ്യമന്ത്രി പറഞ്ഞ നേരാമൂടി മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സ്പോർട്സിനെ കുറിച്ചാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു അറിവില്ല. ആകെ ഒരു പക്ഷേ ഫുട്ബോൾ തട്ടി കാണും. KPCC കായികവേദി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. കായിക മേഖലയുടെ ഇടതു സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ, കായിക രംഗത്ത് കായിക താരങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതിനെതിരെ, കായിക രംഗത്ത് സൃഷ്ടിച്ച അരാജകത്വത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച മാർച്ചും ധർണയും മുൻ MP K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പ്രൈസ് മണി ഒട്ട് കൊടുക്കുന്നുമില്ല. സാമ്പത്തിക ബാധ്യത പറഞ്ഞുകൊണ്ട് സ്പോർട്സ് താരങ്ങളെ കഷ്ടപ്പെടുത്തുന്നു. പിന്നെ അവരുടെ കഴിവുകൊണ്ട്, അവരുടെ ഇച്ഛാശക്തിയുണ്ട്, അവരിൽ അന്തർലീനമായിട്ടുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് അവർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടുന്നു, സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പോരാടുന്നു. അങ്ങനെ നേട്ടം കിട്ടുമ്പോൾ സ്വീകരണം സംഘടിപ്പിക്കാൻ പോലും തർക്കങ്ങൾ കാരണം കഴിയുന്നില്ല. അവിടെ ഒളിമ്പിക്സ് താരങ്ങൾക്കുള്ള സ്വീകരണത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. സ്പോർട്സ് കൗൺസിൽ പറയാൻ ഞങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയ ശിവപുതിയ രണ്ടുപേരും കൂടെ തർക്കം മുഖ്യമന്ത്രി എടുത്തപ്പോൾ മുഖ്യമന്ത്രി തൽക്കാലം സ്വീകരണം മാറ്റാൻ പറ്റും. ഇങ്ങനെ ഏർപ്പാടുണ്ടോ? അതിലൊന്നും ക്യാപ്റ്റനൊരു പങ്കുമില്ലാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് കൗൺസിലൊക്കെ കൂടെ നമ്മുടെ സ്പോർട്സ് താരങ്ങളെ മാനസികമായി തളർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ദേശീയ കായികവേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ ധർണ സംഘടിപ്പിച്ച് ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ നാടിന് വേണ്ടി കളിക്കുന്ന, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന സ്പോർട്സ് താരങ്ങളെ ഇവരുടെ തമ്മിലടിയിൽ ഇരയാക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുടെ ആരംഭമാണ് ഇന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ. സ്പോർട്സ് താരങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഈ സമരവുമായി ദേശീയ കായികവേദി മുന്നോട്ട് പോകും. അത് പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.